ഹായ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഇന്ന് ഞാനും അമ്മയും അപ്പനും കൂടെ അയർലൻഡിൽ യാത്ര ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് സ്ഥലത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് ഈ യാത്ര കഴിഞ്ഞിട്ട് 2 ദിവസത്തിനുള്ളിൽ അവർ തിരിച്ച് നാട്ടിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ആഷ്ലി ഫോൾസ് എന്ന സ്ഥലത്തേക്കാണ്. അയർലൻഡ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വരുന്നത് പച്ചപ്പ് നിറഞ്ഞ മലനിരയും ചെറിയ ചെറിയ അരുവികളും തണുത്ത കാറ്റും മനോഹരമായ പ്രകൃതിയൊക്കെ അല്ലേ. അതൊക്കെ ശരിക്കും ഒരുമിച്ച് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ ആഷ്ലി ഫോൾസ് എന്ന് പറയുന്നത്. ഈ പോകുന്ന വഴിയൊക്കെ എന്ത് ഭംഗിയാണെന്നറിയാമോ? ശരിക്കും സിനിമാറ്റിക് ആയിട്ടുള്ള അനുഭവം. നമ്മൾ വേറേതോ ലോകത്തെത്തിയതുപോലെ തോന്നും. ഇടയ്ക്ക് ഈ ചെറിയ ചെമ്മരിയാടുകൾ, കുതിരകൾ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കാണുമ്പോൾ ഇല്ലേ, വണ്ടി ഇരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഭയങ്കര മനസ്സിന് സന്തോഷമാണ്. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല വയലറ്റ് പൂക്കൾ 2 സൈഡിലും ഇങ്ങനെ നമ്മളിങ്ങനെ സ്വാഗതം ചെയ്യുന്ന പോലെ തോന്നും. നമ്മളങ്ങനെ യാത്ര ചെയ്ത് ഇടയ്ക്കൊരു ഹോൾട്ടൊക്കെ എടുത്തു. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ പോകുന്ന ടൈമിലാണെങ്കിലും നല്ല ചെറിയ തരിഞ്ഞ് മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴ പെയ്യുന്നു, പിന്നെ ഇടയ്ക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ വെയിൽ വരും. അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നേ. പക്ഷേ നമുക്ക് യാത്ര ചെയ്യുന്നതിനകത്ത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ചെറിയ കരിച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ നോർമൽ ക്ലോത്ത്സൊക്കെ ഇട്ട് തന്നെ പോയത്. ഇടയ്ക്ക് ഓരോ സ്ഥലത്തെത്തുമ്പം അപ്പൻ എന്നോട് പറയും, എടി വണ്ടി ഒതുക്ക്, ഒരു അടിപൊളി വ്യൂ വരുന്നുണ്ട്, നമുക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പല സ്ഥലത്തും നിർത്തിയാണ് പോയത് ശരിക്കും. അങ്ങനെ നമ്മൾ ആഷ്ലി ഫോൾസിൻ്റെ അടുത്ത് എത്താറായപ്പോഴത്തേനും ചെറിയ റോഡ്, ഇടുങ്ങിയ റോഡൊക്കെ ആയി തുടങ്ങിയായിരുന്നു. കുറേ ദൂരം എന്ന് വെച്ചാൽ ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്യാനുള്ളൊരു ഡ്രൈവ് ഉണ്ടായിരുന്നു ആഷ്ലി ഫോൾസ് വരെ. നമ്മൾ നല്ലൊരു താഴ്വാരം കണ്ടപ്പോൾ അവിടെ വണ്ടി ഒതുക്കി. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. പണ്ടെപ്പോഴോ ലോഡിച്ചാൻ പറഞ്ഞതുപോലെ എവിടെ തിരിഞ്ഞാലും ഫ്രെയിമുകളാണ്. ഞാൻ എവിടെ തിരിഞ്ഞാലും ഫ്രെയിമുകളാണ്. അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന്. ഞങ്ങൾ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെയും അവിടെ നിന്ന് യാത്ര തുടർന്നു. ഇടയ്ക്കൊരു സ്ഥലത്തെത്തിയപ്പോൾ നമ്മൾ ഒരു കൈത്തറിയൊക്കെ ചെയ്യുന്ന ഒരു കടയുണ്ടായിരുന്നു. അവിടെ കയറി നമ്മൾ ഷോളൊക്കെ മേടിച്ചു. പിന്നെ നമ്മൾ ഇടയ്ക്ക് നിർത്തി കാപ്പിയൊക്കെ കുടിച്ചു. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ആഷ്ലി ഫോൾസിലെത്തി. അവിടെ നിന്ന് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ ശബ്ദം നമുക്കിങ്ങനെ കേൾക്കാം. അങ്ങനെ ആഷ്ലി ഫോൾസിന് മുന്നിലെത്തി. വലിയ വെള്ളച്ചാട്ടം പോലെ ഉയരത്തിൽ നിന്ന് താഴേക്ക് പൊതിക്കുന്നില്ലെങ്കിലും പാറകൾക്കിടയിൽ കൂടെ ഒഴുകി ഇറങ്ങുന്ന വെള്ളത്തിന് പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ഈ വെള്ളത്തിൽ നോക്കിയിരുന്നാൽ തന്നെ മനസ്സിന് ഭയങ്കര സമാധാനം കിട്ടും. ചില സ്ഥലങ്ങളിൽ പോയാൽ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര കുളിർമയല്ലേ. അങ്ങനെ ഒരു സ്ഥലമാണ് ആഷ്ലി ഫോൾസ്. വെള്ളച്ചാട്ടം മാത്രമല്ല, ചുറ്റുമുള്ള സീനറി കൂടിയാണ് ഈ സ്ഥലത്തെ മനോഹരമാക്കുന്നത്. കാരണം ദൂരത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ മലനിരകൾ കാണാം. മലനിരകളിൽ നിറച്ചും ഇങ്ങനെ പൂക്കൾ. ഇപ്പം ഈ പൂക്കളുടെ സമയമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ കറക്റ്റ് ടൈമിലാണ് പോയെന്ന് തോന്നുന്നു. നല്ല വയലറ്റ് നിറമുള്ള പൂക്കളായിരുന്നു മൊത്തം. അതിൻ്റെ ആ ഒരു ഭംഗി കൂട്ടുന്നത് ആ പൂക്കളാണ് ശരിക്കും. നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ക്യാമറയിൽ എത്രത്തോളം അതിൻ്റെ ഭംഗി എനിക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല. എല്ലാം കൂടെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു പെയിൻറ്റിങ് ഒക്കെ കാണുന്ന പോലെ തോന്നും. അത് ശരിയാണ്. ചില വ്യൂസൊക്കെ ക്യാമറയിൽ എത്ര എടുത്താലും അതിൻ്റെ ആ ഒരു കറക്റ്റ് ഭംഗി നമുക്ക് കിട്ടില്ല. നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ അപ്പുറവും ഇപ്പുറവും നന്നായിട്ട് കുറേ പൂക്കൾ നിൽപ്പുണ്ടായിരുന്നു. ഈ അയർലൻഡിൻ്റെ പ്രകൃതിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഈ ചെറിയ ചെറിയ പൂക്കളാണ്. മഞ്ഞയും വെള്ളയും ഇങ്ങനെ പല നിറത്തിലുള്ള പൂക്കളാണ് ശരിക്കും.
ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ഈ നമ്മുടെ സാധാരണ നഗരത്തിൽ കേൾക്കുന്ന വാഹനങ്ങളുടെ ശബ്ദവും ആളുകളുടെ ശബ്ദവും ഒന്നുമില്ല. അവിടെ ശരിക്കും കിളികളുടെ ഒച്ച മാത്രമേ കേൾക്കാനുള്ളൂ. ഈവൻ അവിടെ നടക്കുന്ന ആളുകൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒന്നും സംസാരിക്കാതെ ഈ പ്രകൃതിയിലേക്ക് അങ്ങനെ അങ്ങ് ഇഴുകി ചേർന്നാണ് അവർ നടക്കുന്നത്. അപ്പം അമ്മ തന്നെ പറയുമായിരുന്നു, ഇവിടെ വന്നപ്പോൾ മൂഡ് മൊത്തത്തിലൊരു ചേഞ്ച് ആയിരുന്നു. ഭയങ്കര ഹാപ്പിയാവും നമ്മളങ്ങ് ആ ഒരു ഇങ്ങനെ ആ ഒരു പച്ചപ്പൊക്കെ കണ്ടു കഴിയുമ്പോൾ. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ യാത്ര പോകുമ്പോൾ അവിടുത്തെ ബ്യൂട്ടി കാണുന്നതിനൊപ്പം നമ്മൾക്ക് ഒരുമിച്ച് ചിലവഴിക്കാൻ പറ്റുന്ന ഒരു സമയവും ഉണ്ടല്ലോ, അതും ഭയങ്കര പ്രഷ്യസാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് തന്നെ നിന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ചിരിയും തമാശയൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് നേരം ചിലവഴിച്ചു. നമ്മൾ ശരിക്കും വലുതായിട്ട് പ്ലാൻ ചെയ്ത് നടത്തിയൊരു യാത്രയൊന്നും അല്ലത് കേട്ടോ. നമ്മൾ രാവിലെ എണീറ്റപ്പം മമ്മി പറഞ്ഞു, ഇനിയിപ്പോൾ പോകാൻ 2-3 ദിവസം കൂടി ഉള്ളല്ലോ, അപ്പോൾ നമ്മൾ ഇനിയിപ്പം ഒരുപാട് സ്ഥലങ്ങൾ ഇനി പോകാനൊന്നും പറ്റത്തില്ല, ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സ്ഥലം നമുക്ക് ചൂസ് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പണ്ടൊരിക്കലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ഭംഗി ആ സ്ഥലത്ത് എനിക്ക് തോന്നിയില്ല അപ്പോൾ വന്നപ്പം. ഇപ്പം മമ്മി പപ്പയൊക്കെ ഉണ്ടായതുകൊണ്ടാണെന്ന് ഭയങ്കരമായിട്ട് എനിക്കങ്ങ് മനസ്സിന് ഭയങ്കരമായിട്ട് ഫീലായി. ഈ സ്ഥലം ഭയങ്കര രസമായിരുന്നു ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ഈ പ്രാവശ്യം വന്നപ്പോൾ. നമ്മൾ എപ്പോഴും യാത്രകളൊക്കെ വലിയ പ്ലാൻഡ് ആയിരിക്കണമെന്നില്ല, എന്നാൽ പോലും നമ്മൾ ഒരു ചെറിയ ഡ്രൈവ് ആണെങ്കിൽ പോലും ഇത്രയും മനോഹരമായൊരു സ്ഥലമായതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ആളുകളും കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് മാത്രം മതി ശരിക്കും. അങ്ങനെ ആഷ്ലി ഫോൾസിൽ ഞങ്ങളുടെ ഈ ചെറിയ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അയർലൻഡിൻ്റെ മനോഹരമായ പ്രകൃതി അടുത്തറിയാനും കുറച്ച് സമയം ബിസി ലൈഫിൽ നിന്നൊക്കെ മാറി നിൽക്കാനും ഫാമിലിയോടൊപ്പം നല്ല സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സ്പോട്ട് നല്ലൊരു ചോയ്സാണ്. ചില ഫോട്ടോസൊക്കെ ഞാൻ സ്റ്റോറി ഇൻസ്റ്റയിലിട്ടപ്പോൾ എന്നോട് ഫ്രണ്ട്സ് ചോദിച്ചു, ഇത് എഐയിൽ ക്രിയേറ്റ് ചെയ്തതാണോ എന്ന്. ശരിക്കും ഇത് എഐയിൽ ക്രിയേറ്റ് ചെയ്തതല്ല, ഇത് ശരിക്കും അയർലൻഡ് ഇങ്ങനെയാണ്, അത്രയ്ക്ക് ഭംഗിയാണ് ഈ സ്ഥലം. അപ്പോൾ എന്നും പറയാത്തൊരു ഡയലോഗ് പറയാം, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.